ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണത് കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസമായിട്ട് കാപ്പിലേക്ക് കേട്ടോ. അപ്പോൾ അവിടുന്ന് വന്നു വെച്ചാൽ രാവിലെ തന്നെ പോകുന്നു കേട്ടോ. കാരണം മിന്നൂസിന് എന്താ പറയുക ഇതുണ്ട് കേട്ടോ, ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എളുപ്പം പോകുന്നു കേട്ടോ. ചോറ് ഞാൻ അവിടെ നിന്ന് പോകുന്നപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മീനിന് നേരത്തെ കുക്കറിലിട്ട് അടിച്ചപ്പോൾ കുറച്ചായിട്ട് എങ്ങനെ അടിച്ചു തന്നത് ഞാൻ കുറച്ച് നമുക്കുള്ളതും കൂടെ ഇട്ടെന്നെ അടിച്ചിട്ടു. കാരണം കുറച്ചായാലും തോനായാലും അതിനൊക്കെ ഒരേ ഇതൊക്കെ ഇതുവാണല്ലോ, അങ്ങനെയല്ല കേട്ടോ. പിന്നെ ഒരു കുക്കറിലിട്ട ചോറ് നമുക്ക് വലിയൊരു തോന്നും. പിന്നെ ഒരു ഒന്നായിട്ട് ചോറ് ചെയ്യുമ്പോൾ കേട്ടോ കുക്കറിലിട്ട ആദ്യം തികയില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 1.5 നായ എടുത്ത് ഞാൻ ഇട്ടു. അപ്പോൾ അത് നമുക്ക് ചോറുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കേട്ടോ, കഴിക്കുമ്പോൾ ചെറിയൊരു ചൂടിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കത് വേവായിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും പറയാൻ നല്ല പോലെ വേണം കേട്ടോ, പക്ഷെ ഇതായിട്ടില്ല. അന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ പോന്നപ്പോൾ നമ്മളെ കവറ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പൊട്ടിയിട്ടോ. അപ്പോൾ അത് നേരെ ഞാൻ ഇങ്ങനെ കൊണ്ടു ഇവിടെ വെച്ചു, ബാഗ് ഇവിടെ വെച്ചു. അതാ അടുത്ത ബാഗിതാ. അപ്പോൾ അതാ ചോറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. കാരണം അതെന്താ വെച്ചാൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ചൂട് നല്ലതല്ലേ. പിന്നെ കൂട്ടാനും കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ. അത് ഞാനൊറ്റക്കാവുകൊണ്ട് ഇപ്പം ഞാൻ ഒരു സംശയക്കാരം എന്തെങ്കിലും തട്ടിക്കൂട്ടൽ സംഭവങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി നമുക്ക് എന്താ റൂമിൽ പോകാട്ടോ. റൂമിലത്തെ അവസ്ഥ ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ കാട്ടിയിട്ടാണ് കേട്ടോ. ഇപ്പാക്ക് ബാങ്കിക്ക് പോകാൻ വേണ്ടിയിട്ട് പാസ്ബുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തപ്പിത്തരഞ്ഞ് നോക്കിയത്. അല്ലെങ്കിൽ കടക്കൻ്റെ ചൂട്ടിൽ അല്ലെങ്കിൽ കബോർഡിൽ എന്നുള്ളതാട്ടോ. നമുക്ക് കബോർഡിൽ ഷെൽഫുകൾ നേരാക്കാനുള്ള പറയും. ഇതൊക്കെ നമ്മൾ പോയപ്പോഴത്തെ അർജൻറ്റിൽ വരുത്തി വെച്ചതാട്ടോ. അടക്കി വെച്ച തന്നെയാണ്. ഈ ഒരു തട്ടും ഈ ഒരു തട്ടും ഇതാണ് ശരിയാക്കാനുള്ളത്. അതൊക്കെ പിന്നെ കുറേ ബുക്കുകൾ കാര്യങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചതാട്ടോ. ഇത് പിന്നെ ഇങ്ങനെ ട്രോഫിയുള്ള സംഭവങ്ങൾ കേട്ടോ മിന്നൂസിൻ്റെ. അപ്പോൾ അതാണ് അവിടെ സംഭവം. ഇതൊക്കെ പിന്നെ ഫുൾ സെറ്റാണ്. ഇത് നമ്മളത് ഈ ഭാഗത്തേക്കുള്ളതാണ്. അതങ്ങനെ അടക്കണത് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നേരാക്കുള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ജസ്റ്റ് ഒന്നായിട്ടൊന്ന് തട്ടിക്കുട്ടി അടിച്ചു തരാം. നമ്മളിപ്പോൾ പോയി 2-3-4 ദിവസം നിന്ന് പോകുന്നതല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കേട്ടോ. അപ്പോൾ ജനാലകളൊക്കെ ഒന്ന് തുറന്നിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലീൻ ആക്കണ മാക്സിമം വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് സംഭവം ട്രൈപോഡ് ഇല്ല കേട്ടോ. ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ട്രൈപോഡ് ഉണ്ടായി. നമ്മൾ സെൽഫി സ്റ്റിക്ക് കുറച്ച് നീട്ടിയാണ് വെച്ചാൽ നമ്മളൊക്കെ കണ്ട രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഫോണ് ചാടും കേട്ടോ. ഇല്ല ഫോണ് കേടിയിരുത്തണ്ടല്ലോ, അതേ കേട്ടോ. നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം അകലത്തിൽ കിട്ടുമോ അങ്ങനെ ഞാൻ എടുക്കാം കേട്ടോ. മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നുമില്ല, ഈ റൂം ആകെ മൊത്തം ക്ലീൻ ആക്കുക എന്നുള്ളത്. അവിടെയൊക്കെ പിന്നെ നമ്മൾ പോയ അന്ന് ക്ലീൻ ആക്കിയതുകൊണ്ട് വലിയ തിരക്കേടില്ലാതെ കിടക്കണം. പിന്നെ നമുക്ക് ചോറും കൂട്ടാനും ഒക്കെ നേരാക്കണമല്ലോ, അതിൻ്റെ പണികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു ക്ലീനിങ് വ്ളോഗ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചിവിടെ എത്തിയാലുള്ള ഒരു ക്ലീനിങ് വ്ളോഗാണ്. ഈ കർട്ടനാളൊന്നും നമുക്ക് തിരുമ്പേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണ് ഒന്ന് തിരുമ്പിയിട്ടത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ മുഷിച്ചിലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. ഒരു മാസമായിട്ടില്ല തിരുമ്പിയിട്ടിട്ടൊന്നും. 15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഒന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടതാണ്. എന്നാലും നമ്മൾ പോയി വന്നാൽ നമുക്കിതൊന്ന് ശരിയാക്കണം കേട്ടോ. അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അവസ്ഥ പോലെ ആവും കേട്ടോ. ഒരു തിക്ക് സംഭവിക്കും. ഒരു തിക്കി തിരഞ്ഞുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഒരു ശ്വാസം എടുക്കാനൊക്കെ ഒരു ഇത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പൊടി കാര്യങ്ങൾ അലർജി ആയതുകൊണ്ട് അതിൻ്റെ നല്ല പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ വന്നേക്ക് തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത് അരച്ചാൽ ഇതൊക്കെ ഒന്ന് വാരിയിട്ട് കഴിഞ്ഞ് പിന്നെ അതാ ജനാല അങ്ങോട്ട് തുറന്നിടും കേട്ടോ. അതാണ് ഇതിൻ്റെ ആദ്യത്തെ കടമ്പ. അത് തുറന്നിട്ട് നമ്മളെ റൂമൊക്കെ നല്ല ഫ്രഷ് എയറൊക്കെ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര വലിയ പണിയായി തോന്നില്ല. ഒരൊറ്റ റൂം നോക്കിയാൽ പോരെ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല കേട്ടോ. പഠിച്ചവരുടെ വിധി എങ്ങനെയാണോ എന്തോ. നമ്മളെ പണിയൊക്കെ എന്ന് തീരുമെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ സ്കൂളത്തെ ബാഗ് ഒഴിവാക്കിയതാട്ടോ. ഈ സംഭവങ്ങൾ
അത് എന്താ ചോദിച്ചാൽ അന്ന് അവിടെ പോയപ്പോൾ ബാഗ് ഒഴിവാക്കി കൊടുത്തു കേട്ടോ മിന്നൂസിന്. അപ്പം അങ്ങനെ ഇതൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഇതൊക്കെ നമ്മൾ വണ്ടിമ്മക്കില്ലേ ഹാങ്ങിങ് സംഭവങ്ങളും ഇതിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് കേട്ടോ. ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് അങ്ങനെ തന്നെയാണ് വെക്കലാട്ടോ മാലയ്ക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനലൊക്കെ വെച്ചിരിക്കുന്നു കേട്ടോ, എടുക്കാനും സുഖമാണ്. ഇവിടെ ഉള്ള ബ്ലാങ്കറ്റ് സംഭവം കാര്യങ്ങളൊക്കെ പല റൂമിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ, ഇവിടെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ജനൽക്കുള്ളത് ആദ്യം ഒന്ന് ഒഴിവാക്കട്ടെ കേട്ടോ. നമ്മളെ ട്രൈപോഡ് ഇതാണ്. അപ്പോൾ ഈ സംഭവത്തിൽ സെറ്റാകുമെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഫസ്റ്റ് ഇതാണ് നമുക്ക് ഇവിടെ ഉള്ള ഈ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് കട്ടിൽമൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കുക. അതിന് ശേഷം എന്താണ് വേണ്ട സാധനങ്ങൾ അടുക്കി പറക്കി വെക്കാൻ എത്തിയിട്ട് കേട്ടോ. തന്നെയാണ് കേട്ടോ നമുക്ക് എപ്പോഴുള്ള പണി. എത്ര ക്ലീൻ ആക്കിയാലും ഈ ഒരു ഭാഗത്തോ ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. ഫേസ് കവർ ചെയ്യുന്ന ആവശ്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അപ്പം അതിന് മാത്രം പിടിച്ച സംഭവങ്ങളൊന്നും ഇവിടെ അല്ല. നമ്മളെ ക്ലീനിങ് ബ്ലോഗ് കാണില്ല എന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞമ്മക്കും വേണ്ടിയിട്ട് കേട്ടോ. ഇതോളെ ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. കുറേ ഫ്രെയിമുകളുണ്ട് കേട്ടോ, ഒക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി എടുത്ത് വെച്ചേക്കുക. ഇവിടെ ഒന്നും വെക്കാനോ ഇതാക്കാനോ സ്ഥലമില്ലായിട്ട്. ഓക്കെ, ഇതൊക്കെ എന്തിൻ്റെ മെഡിസിനാന്ന് പഠിച്ച റബ്ബിനറിയാം കേട്ടോ. ഓക്കെ, ഇതൊന്ന് നമുക്ക് വേറൊരു ഫ്രെയിമിൽ കാക്കണം കേട്ടോ. ഇത് പൊട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റ് ഫോർ യു. ഇതൊക്കെ മീഷോത്തെ ഗോൾഡ് കാറ്റഗറിയിലുള്ള സംഭവങ്ങൾ എടുക്കുമ്പോൾ കിട്ടണ ക്യാഷിൻ്റെ അതാണ് കേട്ടോ. അത് വെറുതെ തരുവാണ് തോന്നുന്നു. നമുക്ക് ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടൊന്നും സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല. നോക്കാൻ ഞാൻ എത്ര ആത്മാർത്ഥതയുള്ള ഒരു കുമ്പളത്തിൻ്റെ ഉണ്ടോ. പക്ഷെ അത് ഞാൻ ഇപ്പോഴൊന്നും പാവണില്ല എന്ന് കരുതിയിട്ട് കേട്ടോ. ഇത് എടുത്ത് വെക്കട്ടെ, ശരിക്കും എടുത്ത് വെക്കണം, അടക്കട്ടെ. ഇതാ ഇവിടെ ഫുള്ള് ഒഴിവാക്കി സെറ്റാക്കി. ചില്ലറ പൈസ ഇങ്ങനെ തപ്പുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില്ലറ അല്ല കേട്ടോ, നോട്ടുകൾ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരി വൃത്താക്കണം. എന്നിട്ട് ഇവിടെ തന്നെ വെക്കണം കേട്ടോ. ഇതാ അവിടുന്ന് ഒഴിവാക്കിയിട്ടുള്ള കച്ചറ പിച്ചറ സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആ ഒരു തട്ടത്തെ കേട്ടോ. ഇതാ ഇവിടുത്തെ ക്ലീനിങ് ചാർജർ ചാടിയിട്ട് ഞാൻ ഒരു ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എന്തെല്ലാം വീട് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒക്കെ തടി കൂടുക കേട്ടോ. അപ്പം ഇവിടെ ഓക്കെ അവിടെ ക്ലീനാക്കി ഇനി അവിടെ ഒന്ന് വിരിച്ചട്ടെ കേട്ടോ ഒരു പേപ്പർ. ഇനി നമുക്കിതിൽ ആവശ്യമുള്ള സംഭവങ്ങളെന്നാണതാ. ഇങ്ങനെ ഓരോ ബോക്സും തുറക്കുമ്പോൾ ചിലപ്പോൾ അതേമാതിരി നമുക്ക് ബാലൻസൊക്കെ വന്നിട്ടുള്ള പൈസകൾ നമ്മളിങ്ങനെ ഇട്ടത് കാണാം കേട്ടോ. ഇതിലൊക്കെ എന്തൊക്കെ ചാർജർ സംഭവങ്ങളാണ്. ഇത് എന്തിൻ്റെയൊക്കെ വരുന്നറിയില്ല കേട്ടോ, ഇനി ആവശ്യമില്ല. ഇതിൻ്റെ ചോക്കയാണ് കേട്ടോ, മെഷീൻ ചോക്ക. അതെന്ത് നോക്കട്ടെ, പല്ല് വേദനക്കുള്ളതാ. ഓക്കെ, പിന്നെ ഒരു മോതിരം. ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്ന് അങ്ങനെ ഇടണേട്ടായി തന്നെ. ഈ സംഭവങ്ങളൊക്കെ ഞാനിതിൽ നിന്ന് വെക്കട്ടെ കേട്ടോ. ഹെഡ്സെറ്റ് നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. കേട് വന്നിക്കണോ ചോദിച്ചാൽ ഇല്ല, അങ്ങനെയും പറയാം കേട്ടോ. ഹെഡ്സെറ്റ് ഇതും അങ്ങനെ എന്തോ ചെറിയൊരു ചാർജറാണ്. ഇന്നും സംഭവങ്ങൾ ഇതെന്തോ ടോർച്ചിൻ്റെ ചാർജറാണ് കേട്ടോ. ഇത് ആവശ്യമില്ല, ടോർച്ചൊക്കെ ഇതൊന്നും ഇതാവശ്യമില്ല. ഇപ്പം ഈ ഒരു വാച്ചിലേക്ക് നമുക്ക് ഒന്ന് ബാറ്ററി ഇടണം കേട്ടോ. അതിൽ കിടക്കട്ടെ. ഈ പൈസ തന്നെ എടുക്കട്ടെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ.
അപ്പോൾ അങ്ങനെ ഈ ബോക്സിൽ ഇതാണ്. ഇതെന്തുവാ, ഇതെവിടെ ഓപ്പൺ? ഇതൊക്കെ ഓരോ ഫാൻസി കമ്മലുകളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് മറ്റേ ബോക്സൊക്കെ ഇടാനുള്ളതാണ്. അത് പിന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ ഒരു സംഭവം കേട്ടോ. അതിലൊന്നും ഇപ്പോൾ വെക്കലില്ല, സംഭവം അതാണ്. അതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റെഡിങ് ഞാനൊരു വർഷത്തിൽ മേടിച്ചിട്ടുള്ള ഇപ്രാവശ്യം മേടിച്ച റെഡിങ്ങിൽ ഇതാ ഇത്ര പെന്ന് മാത്രം ഉണ്ട് അപ്പോൾ ബാലൻസ് ഉള്ളത്. ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും വാങ്ങിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അത്. പിന്നെ വരുന്നത് ഈ ബോക്സ്. ഇതിലെന്തൊക്കെയാണ് നോക്കട്ടെ. ഇതാ നമ്മൾ ട്രൈപോഡിൽ വെച്ചുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഷെയ്ക്കായിട്ട് ചാടും, ഫോൺ ചാടും. ഇത് ഫോണിൻ്റെ ചാർജർ സെറ്റ്, കട്ട, ഇങ്ങനെ ഒരു ഫ്ലവർ വരുന്നു. നമ്മൾ നിധി കൂമ്പാരം പോലെ പൈസകൾ. ഇത് ഇത്രയും പൈസ മറന്നു വെച്ചോന്ന് കരുതരുത് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ പച്ചക്കറിക്കാരൻ പോകണുണ്ടപ്പോൾ പ്രത്യേകിച്ച് പൈസ കേട്ടോ. 150 രൂപ. ഇതെന്തുവാ, പാരസെറ്റാമോൾ. അത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അതിൻ്റെ സ്കൂൾക്കുള്ള സംഭവമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റിക്കട്ടെ. പിന്നെ ഇത് ഒരു ഹെഡ്സെറ്റാണ്. ഇത് വലിയ പ്രശ്നമില്ലാത്തൊരു ഹെഡ്സെറ്റാട്ടോ. അത് ഞാൻ എൻ്റെ കട്ടിലിൻ്റെ ഒരു കവയിൽ വെച്ച് വെക്കലാണ്. ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് കേട്ടോ. അങ്ങനത്തെ അത് സമയത്തിൻ്റെ എന്തോ എന്തുവാ ഇങ്ങനെ ഒരു സംഭവം. ഇത് ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ആ കേടുന്ന ട്രൈപോഡിൻ്റെ ആ ഒരു സംഭവം ആയിരുന്നു കേട്ടോ. ഇത് നമ്മളെ ഫോണിൻ്റെ ചാർജർ കഴിഞ്ഞാൽ ഫോൺ കംപ്ലൈൻ്റ് ആയി. ഫോണിൻ്റെ അല്ല, വാച്ചിൻ്റെതായിരുന്നു കേട്ടോ. വാച്ച് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് അതിലുള്ളത്. പിന്നെ നമുക്കിതൊക്കെ ആവശ്യമുള്ളത് ഇതും ഇത് അതേപോലെ നമ്മളടുത്തുള്ളൊരു സെൽഫി സ്റ്റിക്ക് ആയിരുന്നു കേട്ടോ. ഇതിനൊന്നും ഇപ്പോൾ ആവശ്യമില്ല കേട്ടോ. ഇപ്പം ഇനി ഇത് മാത്രം മതി കേട്ടോ. ഈ ഒരു 3 ബോക്സ് സെറ്റപ്പ് സംഭവങ്ങൾ മാത്രം മതി ആ ഒരു കബോർഡ് കേട്ടോ. നമ്മൾ ആ ഫ്രെയിം 2 ഫ്രെയിം ഇതാ അവിടെ സെറ്റാക്കി. ബാക്കിയുള്ള ഫ്രെയിമുകളൊക്കെ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇനി അത് മാറ്റി വെക്കട്ടെ. ഞാനതാ ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഈ ഒരു കബോർഡിൽ നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത്. ഇത് മതി കേട്ടോ. ഇതിൽ ഇത്രേ ആവശ്യമുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിലില്ലാത്ത സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ വന്ന് നിറഞ്ഞ് നിൽക്കും. ഇനി നമുക്കിതാ ഇവിടെയാണ് കേട്ടോ ഫുള്ള് ക്ലീൻ ആക്കാനുള്ളത്. പൊതുവേ എനിക്ക് ഈ ഒരു സ്പേസ് നേരാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എത്ര നേരാക്കിയിട്ടും കാര്യമില്ല, ഇതുപോലെ തന്നെ വന്നടിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെരും മടിയാട്ടോ ഈ ഒരു സ്പേസ് നേരാക്കാൻ. ഇതൊന്ന് വരുന്ന സംഭവങ്ങൾ കുറേ നമുക്ക് ഒഴിവാക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ കുറേ ഒഴിവാക്കി കളയുന്നു കേട്ടോ. നമ്മൾ വീട് പണിയൊക്കെ തുടത്തി കഴിഞ്ഞാൽ അതൊക്കെ പാടെ എവിടെ ഇതാക്കുക. ഇതിൻ്റെ ഹെന്ന പൗഡറാണ് കേട്ടോ, ഹെയറിലിടുന്ന. അതായത് ഓളെ സംഭവം സെറ്റ് കാര്യങ്ങൾ. കഴിഞ്ഞ പൗഡർ കുപ്പി അടക്കണ്ട കേട്ടോ. അതൊന്നും നമ്മളൊന്നും കാട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ നോട്ട് ബുക്ക്. ഓക്കെ, ഈ ഒരു സംഭവം നമ്മൾ ഒരു ബോട്ടിൽ ഉപയോഗിച്ചു കേട്ടോ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നീ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നമ്മ. എത്ര ആർക്ക് കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കാതെ എടുത്ത് വെക്കുന്ന ഒരു ഹെയർ ബാൻഡ്. ഇതവൾ വേണമെന്ന് പറയട്ടോ. പക്ഷെ ഞാനാട്ടത് ഉപയോഗിക്കൽ. മുടിയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഇട്ട് നടക്കും കേട്ടോ. ജസ്റ്റുമായിട്ടുള്ള കുറച്ച് സെൻറ്റിൻ്റെ കുപ്പികൾ. പൊടി തട്ടിയാൽ ചുമക്കുമല്ലോ. അപ്പം എനിക്കുള്ള സിറപ്പ് ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കില്ല കേട്ടോ. കാരണം ഇപ്പോൾ സിറപ്പ് ഉപയോഗിച്ചാൽ ഇതും എനിക്ക് ഒഴിവാക്കാനുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. അന്ന് നല്ല പൈസ കൊടുത്തുകൊണ്ട് മേടിച്ച സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതൊന്നും ഇപ്പം ഇനി ഒന്നിനും പറ്റില്ല. അപ്പം അത് പോട്ടെ. എനിക്കൊരു കാലാവധികളില്ലേ, അതിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓളെ പെന്നിൻ്റെ കളക്ഷൻസുകളും കാര്യങ്ങളും. അപ്പോൾ ഇനി അടുത്ത നേരാക്കൽ ഘട്ടം ഇവിടെ ഉണ്ടോ. ഇവിടെ ഞാൻ നേരാക്കിയാൽ എത്ര നേരാക്കിയാലും അടുക്കി പറിക്കാനും നേരാവാത്തൊരു സ്ഥലം ഒന്നും കൂടിയും പറയട്ടോ. എന്താ ഹന്ന ഓളെ കാല് കിടന്ന അന്നത്തെ എക്സ്റേ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
എൻ്റെ പിന്നെ മജ്ലിസ് നൂറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇവിടെയും കൂടെ ക്ലീൻ ആക്കുക. പിന്നെ ഇവിടേക്ക് അങ്ങോട്ട് വല്ലാതല്ല കേട്ടോ, ഒന്ന് തട്ടിക്കുട്ടിയാണ് വെച്ചാൽ മതി. അവിടെയും ശരിയാക്കണ്ട, അത് ഫുള്ള് കക്കുവിന് കാര്യപ്പെട്ട കടലാസുകളും സംഭവങ്ങളും വെച്ചതാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളെന്ന് പറയുന്നത് അതാ ആ ഒരു ഷെൽഫിൽ നിന്ന് എടുത്തതാണ് കേട്ടോ, ആ ഒരു തട്ടിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതും ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ കേട്ടോ. ഇതൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റുകളാക്കാൻ കേട്ടോ, ട്യൂഷൻ സെൻറ്ററിലത്തെ എക്സാമിൻ്റെ. ഇതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവൾ വന്നിട്ടുള്ളൂ കേട്ടോ, അതൊക്കെ കളയാം. ഇതാ നമ്മളെ ഫെസ്റ്റിൻ്റെത് കേട്ടോ. ഓക്കേ, ഞാൻ ഇതുമ്മ കിടന്ന് കുറച്ച് നേരം പണിയെടുക്കാനുണ്ടാവും കേട്ടോ. ഇങ്ങനെ ഫുള്ള് കാണിച്ചു തന്നാൽ നമുക്കെന്താ പറയുക, വീഡിയോ കുറേ ലാഗായി പോകും. അപ്പോൾ അത് കാണാതെ പോകണം ആൾക്കാർ കേട്ടോ, കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇതാ നമ്മൾ കുറച്ചൊക്കെ ഷോർട്ടാക്കിയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഉൾപ്പെടുത്താം കേട്ടോ. ഇത് ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഞാൻ ഫെസ്റ്റിന് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതാണ്ടോ, ഞാൻ അന്ന് വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇയറിങ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തേക്കട്ടെ, കാര്യപ്പെട്ട സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെയതാ അതും എടുത്ത് നോക്കിയപ്പോൾ അതാ ഇതിലുണ്ട് കേട്ടോ ഒരു 20 രൂപ. അപ്പോൾ അത് നമ്മളിങ്ങനെ ബാലൻസ് വരുമ്പോൾ ഇതിലൊക്കെ ആയിട്ടിട്ട് വെക്കും കേട്ടോ. നമുക്ക് അങ്ങനെ നോക്കി ഇട്ട് വെക്കുക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാ അങ്ങനെ ഇത് സെറ്റ് ചെയ്തിൽ നിൽക്കട്ടെ കേട്ടോ. ഞാനിത് തന്നെയാണ് എൻ്റെ ജ്വല്ലറി ഐറ്റംസ് വെക്കൽ കേട്ടോ. കൂടുതലൊന്നുമില്ല, കാര്യമായിട്ട് നല്ല സംഭവങ്ങൾ ഇതിൽ മാത്രം എടുത്ത് വെക്കും കേട്ടോ. ബാക്കിയൊക്കെ അതായത് ബോക്സുകൾ കൂടെ എടുത്ത് വെക്കലാണ് കേട്ടോ. ഇയറിങ്സും വേറെ ഒന്നും കേട്ടോ. ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ടിട്ടോ, ഇത് ഓളൊരു പല്ലാണ് കേട്ടോ. നമ്മൾ ആ ക്ലിപ്പിട്ട സമയത്ത് ഒരു ആണിപ്പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓളെ പല്ല് കുറച്ച് താഴ്ച കൂടുതലുണ്ട്, റയറായിട്ട് വരുന്ന പല്ലാണ് അത് എന്ന് പറഞ്ഞപ്പോൾ അത് ഓള് സൂക്ഷിച്ച് വെച്ചാൽ കേട്ടോ. ഇതോളൊന്നും കാട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എടുത്ത് വെച്ചേക്കാണ്. എത്ര കാലം എടുത്ത് വെക്കുമോ എന്തോ അറിയില്ല കേട്ടോ. ഒരു കേടും ഇല്ലാത്ത പല്ലേന്ന് കേട്ടോ. പക്ഷെ നമുക്ക് അവളെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഓള് കാണുമ്പോൾ ഇങ്ങനെ പറയും, എത്ര ഉറപ്പില്ല പല്ലാണ് ഒരു പൈക്കരുത് എന്നൊക്കെ പറയട്ടെ. അതൊക്കെ ഓൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഏകദേശം മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞ് ഇത്ര ഐറ്റംസ്, പിന്നെ ഇനി അതിൽ കുറച്ച് ഐറ്റംസ് ഇവിടെ അതൊക്കെ കേട്ടോ. അത്രയും ഐറ്റംസ് ആ കാണുന്നൊക്കെ ഐറ്റംസ് വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളത് സൂചി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോഴേ ഉള്ളൂ അത് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അത് എനിക്ക് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാൻ കളയില്ല കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതൊരു പേനയാണ് കേട്ടോ. പേന എഴുതണുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇല്ല, അതിലത്തെ മഷിയൊക്കെ നമ്മളെ ആൾ കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഓക്കെ, ഇതൊക്കെ ഇതേപോലെ എൻ്റെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേ ആവശ്യമില്ലാത്ത പേനകളുണ്ട് കേട്ടോ, അതൊക്കെ കൊണ്ടുപോയി കളയട്ടെ എഴുതിയിട്ടാട്ടോ നിൽക്കുന്നത്. അക്കോലത്തെ കടന്നിന്ന് കബോർഡ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് എത്ര ദിവസം കൊണ്ട് അതേപോലെ ആയി വരുന്നുള്ളത് ഇനിയും കൂടെ ഞാൻ പറഞ്ഞ് കാട്ടിത്തരണ്ട കേട്ടോ. അപ്പോൾ ഈ 2 കബോർഡും വൃത്തിയാക്കി. പിന്നെ അതൊക്കെ നമ്മൾ അടുക്കി പറക്കി വെച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള കബോർഡുകൾ കാര്യങ്ങളൊക്കെ അടിയിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കാനുള്ളതും കത്തിക്കാനുള്ളതും ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ തൈക്കാനുള്ള മെറ്റീരിയലുകളാണ്, മിക്സി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതും നമുക്ക് ഒഴിവാക്കാനല്ല, എന്നാൽ എവിടെയും കൊള്ളിക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളാണ് കേട്ടോ. അതും അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ അടുക്കി പെറുക്കി വെക്കൽ. ബാക്കിയുള്ള വേസ്റ്റ് കാര്യങ്ങളാണ് ഇതോ ഇവിടെ കിടക്കുന്നത്. ഇനി അതുള്ളത് ഇതൊക്കെ വെക്കാനുള്ള കേട്ടോ, അലമാരയിൽ പോകാനുള്ളതാണ്. അയ്യോ, ഇത് നമുക്ക് വേണ്ട സംഭവമാണ് കേട്ടോ. അത് നമ്മളെ ബാഗൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, മഴയാണെങ്കിലും വെയിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ ക്ലീനിങ് ഈ 2 തട്ട് മാത്രമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ്റിക്കുള്ള സംഭവങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ. ഫോണിൽ ചാർജ് കുറവാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ അവിടെ
അലമാര സെറ്റാക്കാനുള്ളതൊക്കെ. അലമാര ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മുയ്യോ ഉണ്ടാവും കേട്ടോ. അത് അങ്ങനെ ഒരു സെറ്റ്, അങ്ങനെ ഒരു സംഭവം അതൊക്കെ അവിടെ ഉണ്ടാവും. ഇതിപ്പോൾ എന്തിനാ ഞാൻ അടുത്ത് വെച്ച് ഹെഡ്സെറ്റിൻ്റെ ആണ്, ഇത് ബാഗിൻ്റെ ആണ്. ഓക്കെ, അവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ അവിടെ കിടക്കട്ടെ പറഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഉണ്ട് നമ്മൾ ഓരോ സംഭവം. ഇത് ഞാനേ ഐലൈനർ എത്രത്തോളം നിൽക്കും, വാട്ടർ പ്രൂഫ് ആണോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം അത് തേച്ച് വരച്ച് മായ്ച്ചിട്ടൊന്നും പോകണില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, നമ്മളൊക്കെ വിളിക്കുമ്പോൾ പോയിക്കോളും. നമുക്ക് കടക്ക വിരി ഒന്ന് തട്ടിക്കുട്ടി നേരാക്കുക, പിന്നെ ഒന്ന് ആകെ അടിച്ചു വാരി തുടക്കുക. അത്രയൊക്കെ ഉണ്ടോ ഇന്നത്തെ പണി. ബാക്കി നമുക്ക് നാളെ എടുക്കാമെന്ന് എഴുതിട്ടോ. പിന്നെ ഇവിടെ കാര്യങ്ങൾ അടിച്ചിട്ട് വെക്കാനുള്ളതാണ് കേട്ടോ, തയ്ച്ച് കഴിഞ്ഞ് മാറ്റി വെക്കാനുള്ളതാണ്. അത് അവിടെ കിടക്കട്ടെ. പിന്നെ നമ്മൾ ജനലിൻ്റെ വിരികൾ കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ഇവിടെയൊക്കെ ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഇത്രയാണ് കേട്ടോ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള കബോർഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആ മേലത്തെ തട്ടൊന്നും കൂടെ ഒന്ന് ശരിയാക്കാണ്ട്, ചിലപ്പോൾ ഇപ്പോൾ തന്നെ ശരിയാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ശരിയാക്കട്ടെ. ഒക്കെ പാടെ ഒരുമിച്ചെടുത്താലേ നമ്മളെ ഗതി അതോ ഗതിയാവുമെന്ന് അറിയില്ല, അതേപോലെ ആവും കേട്ടോ. അതുകൊണ്ടാണ് വൃത്തിയാക്കലിൻ്റെ ഊക്കൊണ്ട് നമ്മളെ ബെഡ്സിൻ്റെ ഇതൊക്കെ നമ്മളെ ബാഗിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതപ്പം അങ്ങനെയാണ് എടുത്ത് വെച്ച് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അലമാര തുറന്ന് കാണാണ്ടിരിക്കുക കേട്ടോ നല്ലത്. ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞതാ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. സമയം എത്രയെന്നല്ലേ, 3 മണി കഴിഞ്ഞ് സമയമായിട്ടോ. നമ്മൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് പിന്നെ 1 മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ മിന്നു വരും കേട്ടോ. ഒന്ന് സ്പെഷ്യലായിട്ട് എന്താ വെച്ചാൽ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചമ്മന്തി ആക്കി കേട്ടോ. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ മൈ ഫേവറേറ്റ് ഐറ്റം. ചീനാപ്പറങ്കി പുളിങ്ങി. പിന്നെ നമുക്കെല്ലാം കുറച്ച് ബീഫ് കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മെനുവിന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് തിന്നേട്ടോ. മുരിങ്ങാക്കറി ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിനുള്ളത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എനിക്കിതിൽ ഏതുമില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരൊറ്റ സംഭവം ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനില്ല കേട്ടോ. കുറേ നേരമായതുകൊണ്ട് തന്നെ കഴിച്ചിട്ടൊന്നും വലിയൊരു ഉഷാറ് വരട്ടോ. ഒരു ചോറ് കഴിച്ചാൽ ഇത് അതുമ്പോൾ തന്നെയാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫൈനലി നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബാക്കിയുള്ളത് പിന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.